അസ്സലാമു അലൈക്കും ഗെയ്സ്. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വീഡിയോസിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും കയറി കാണുക, കമൻ്റ് ഇടുക, ലൈക്ക് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്ന് മോള് വന്നിട്ടുള്ള ദിവസമാണ്. അപ്പോൾ മോള് വരുന്നതിന് മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചൂര ബിരിയാണി വെച്ച് തരണമെന്ന്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഞാൻ തയ്യാറാക്കുന്നത് ചൂര ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടി ചൂരയൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴുകി വൃത്തിയാക്കി നമുക്ക് പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഒന്ന് വാടി വരുന്നതിന് ശേഷം ഒരു തക്കാളി നമുക്ക് കട്ട് ചെയ്ത് അതിൻ്റെ മീതേക്ക് വെച്ച് കൊടുക്കണം. ഇത് വയ്ക്കുന്നത് ഇതിൻ്റെ മണം ഇറങ്ങാനും ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. നല്ല മണമായിരിക്കും. തക്കാളിയുടെ മണവും കൂടെയൊക്കെ അപ്പം നല്ല മണമായിരിക്കും, ടേസ്റ്റും കൂടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അപ്പം ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി അല്ല, ചൂര ബിരിയാണിയാണ്. അപ്പോൾ അതിന് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള രീതിക്ക് തന്നെ നമുക്ക് അത് തയ്യാറാക്കണം. അപ്പോൾ ഇനി സവാളയെല്ലാം ഞാൻ അരിഞ്ഞ് കുഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കപ്പോൾ ഏകദേശം നമ്മുടെ ചൂരമീൻ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മൂത്തതിന് ശേഷം നമുക്കിനി സവാളയും കൂടെ മീതെ ഇട്ട് കൊടുക്കും. ഇതിപ്പോൾ ഞാൻ സവാള മിക്സിയിലിട്ട് അരക്കുകയാണ് ചെയ്തത്. അപ്പോൾ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് പെട്ടെന്ന് നമുക്ക് വാടിക്കിട്ടും. പെട്ടെന്ന് ഒരുപാട് എണ്ണയുടെ ആവശ്യം വരത്തില്ല, പെട്ടെന്ന് നമുക്ക് വാടിക്കിട്ടും. അപ്പം നമ്മുടെ സവാളയും നമ്മുടെ ചൂരമീനും എല്ലാം കൂടെ അതിൽ കിടന്ന് ഇനി നല്ലതുപോലെ ഒന്ന് വാടി വരുന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഞാൻ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ റൈസും ഞാൻ ഇവിടെ നെയ്യിൽ റൈസ് ഞാൻ ശകലം മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പും ഇട്ട് നമുക്കൊരു 8 മിനിറ്റോളം അടച്ചു വെച്ചിരുന്നാൽ മതിയാവും. വെള്ളം നല്ലോണം വറ്റി വരും. അപ്പം മുളകും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒരു നാരങ്ങ കൂടെ പിഴിഞ്ഞ് വീട്ടി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ റൈസിലും കൂടി നാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം റൈസുകൾ തമ്മിൽ ഒട്ടത്തില്ല. അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതെല്ലാം നോക്കി അങ്ങ് ചെയ്താൽ മതിയാവും. ഇതൊന്നും നമ്മൾ ഇതൊന്നും പ്രത്യേകിച്ച് പാഠമായിട്ട് പഠിക്കേണ്ട കാര്യമില്ല, നമ്മൾ കണ്ടും കേട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കുരുമുളക് പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് തൈര്. കൂടുതലും ഞാൻ ഇതിൽ പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് സമയം ഒരു 5-6 മിനിറ്റോളം നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് വാടി വന്നു. ഇപ്പം നമ്മുടെ ഇതിൻ്റെ വെള്ളമെല്ലാം, ചൂരയുടെ വെള്ളമെല്ലാം വറ്റി നല്ല ഫ്രൈ ആയിട്ട് ഇരിക്കും. അതാണ് നമ്മൾ ചോറിൽ റൈസിൽ ചേർത്ത് കൊടുക്കുമ്പോൾ കഴിക്കാൻ ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ അത്യാവശ്യം എല്ലാം റോസ്റ്റായി വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോറും ചെറിയ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം റൈസും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ വീട്ടിൽ ചെയ്ത് നോക്കണം. പിന്നെ നമുക്ക് കുറച്ച് ഉള്ളി കൂടി മുറിച്ചെടുക്കാനുണ്ട്. ലാസ്റ്റ് നെയ്യും നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നെയ്യുമൊക്കെ ചേർത്ത് അടിപൊളി മണം വരുന്നുണ്ട്. അപ്പം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് തീർച്ചയായിട്ടും കമൻ്റ് അറിയിക്കണം. ഇനി ഞാൻ ഒരു പകുതി കുറുത്തിച്ചക്ക ഉണ്ടല്ലോ, കൈതച്ചക്ക, അത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിന് എസൻസ് ചേർക്കേണ്ട കാര്യമില്ല. കൈതച്ചക്ക ഉണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്കുള്ള റൈസ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ റൈസിലോട്ട് സവാള വറുത്തതും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നമുക്ക് എല്ലാം കൂടി ഇട്ടൊന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പം ഇനി നമ്മുടെ ചൂര റോസ്റ്റും കൂടി നമുക്ക് തട്ടായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. നല്ല
ടേസ്റ്റ്, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ചൂര ബിരിയാണി. ഞാൻ വെച്ചതിൽ ഏറ്റവും നല്ല ടേസ്റ്റായിരുന്നു ഇപ്പം വെച്ചത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെക്കും, പക്ഷെ അത് മോളുള്ള സമയത്താണ് വെക്കുന്നത്, അവർക്ക് ഇഷ്ടമാണ്. ഇപ്പം ഒരുപാട് ദിവസമായി മോൻ്റെ കല്യാണത്തിന് വന്നിട്ട് തന്നെ പിറ്റേന്ന് തന്നെ പോയില്ലായിരുന്നാ, വീട്ടിൽ നിൽക്കാനൊന്നും പറ്റിയില്ല. അവിടുത്തെ ആഹാരം എന്ന് പറയുമ്പോൾ അവർ സ്വന്തമായിട്ട് പാചകം ഉണ്ടാക്കി കഴിക്കുന്നതാണ്. അപ്പം അവിടെ മീൻ കിട്ടത്തില്ല, ചിക്കനൊക്കെ നല്ല റേറ്റാണ്. അപ്പോൾ ഇവിടെ വന്നല്ലേ അവർക്ക് ആഹാരമൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ, നല്ലോണം നമ്മുടെ നാട്ടിലെ ആഹാരം കഴിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ സ്വന്തമായിട്ടാകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ചിലവുകളും ഉണ്ട്. സൂപ്പർ മാർക്കറ്റിലൊക്കെ സാധനങ്ങൾക്ക് നല്ല വിലയാണ്. നല്ല വിലയെന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു കവർ ചപ്പാത്തിക്ക് തന്നെ 85 രൂപയൊക്കെയാണ്. 10 പീസ് ചപ്പാത്തി വരുന്നത് തന്നെ ഒരു കവർ എടുക്കുമ്പോൾ തന്നെ 85 രൂപ, 95 രൂപയൊക്കെയാണ് അവിടുത്തെ. അതുപോലെ അത്യാവശ്യം എല്ലാ സാധനങ്ങൾക്കും റേറ്റ് കൂടുതലാണ്. അപ്പം നമ്മുടെ നാട്ടിൽ വന്ന് നിൽക്കുമ്പോഴല്ലേ നമുക്ക് നമ്മുടെ മക്കൾക്ക് വല്ലതും ഉണ്ടാക്കി കൊടുക്കത്തുള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുക.